ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സംസാരമൊന്നുമില്ലാതെ ടോപ്പിക്കിലോട്ട് തന്നെ കിടക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ്. അതായത് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് സമ്പാദിക്കാൻ പറ്റിയ ഒരു ജോബ്, അത്രേ ഉള്ളൂ. ജോബായിട്ട് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്, മറ്റേത് ഇൻ്റർനാഷണലാണ്. ഈ ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ സാധനങ്ങൾ, അതായത് നമ്മുടെ പ്രോഡക്ട്സ് എന്താണോ അത് സെല്ല് ചെയ്യിക്കുന്നതിനാണ് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കകത്ത് നമ്മൾ എന്ത് സാധനം സെല്ല് ചെയ്യുമ്പോഴും അതിന് നമ്മൾ എന്ത് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും അതിന് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയും. ഈ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങിയ സമയത്ത് യാതൊരു റിസർച്ചോ അല്ലെങ്കിൽ യാതൊരു എന്താ പറയുക ഒന്നും നോക്കിയിട്ടില്ല. എനിക്ക് യാതൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമോ ഏതാണ് നല്ലത് എന്നോ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ല. ബട്ട് ഐ നോ, ഒരു കാര്യം എനിക്കറിയാം, അതായത് ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ട്രൈ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് തിരഞ്ഞെടുത്തത്. യാതൊരു വിധത്തിലുള്ള പൈസയുടെ, അതായത് മണി എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോൾ തുടങ്ങിയ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രീ ഡ്രോപ്പ് ഷിപ്പിംഗ്, ഈ ഫ്രീ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ട്രൈ അത്രയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ഡ്രോപ്പ് ഷിപ്പിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ, ഞാനൊരു ബിഗിനറാണ്, സോ എൻ്റെ കൂടെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല രീതിയിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടിയ ഒരാളാണെന്ന്. ഒരിക്കലല്ല. ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഫസ്റ്റായിട്ട് വന്നത് തന്നെ ഫ്രീ ആയിട്ടാണ്. അതായത് ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ചെയ്യാതെ, പ്രോഡക്റ്റ് ഒന്നുപോലും എന്താ പറയുക പർച്ചേസ് ചെയ്യാതെയാണ് ഞാനിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിലോട്ട് ഇറങ്ങി ട്രൈ ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് വന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ആരും കരുതണ്ട, എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിനാണ് എൻ്റെ സാലറി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു പരിപാടി തന്നെ എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല. സോ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇൻ്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് നല്ല രീതിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആകുമ്പോൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആകുമ്പോൾ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് അതിൻ്റെ ആഡ്സ് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഈ രണ്ട് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ടിക്ടോക്ക്, ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ പറഞ്ഞു തീർന്നത്, അപ്പം ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ആഡ്സ് ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് കസ്റ്റമേഴ്സിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിൽ നല്ല നല്ല ആഡ്സ് കാര്യങ്ങൾ കൊടുക്കണം. അതായത് നമ്മളെ പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ആഡ്സ് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇതിലോട്ട് ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു രൂപയുടെ ആഡ് പോലും, അതായത് ഈ ഫേസ്ബുക്കിൽ, ടിക്ടോക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവ് വരുന്നുണ്ട്. ആ ഒരു എമൗണ്ട് പോലും ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിലായിട്ട് ഇറക്കിയിട്ടില്ല.
ജസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ആക്കി അതിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ റീൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പോസ്റ്റ്, എൻ്റെ പ്രോഡക്റ്റിൻ്റെ പോസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. അല്ലാതെ ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആഡ്സ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്നിനും തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ജസ്റ്റ് ട്രൈ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് പറയാം. ഇനി അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റോർ, അതായത് ഞാനിപ്പോൾ സ്റ്റോറായിട്ട് എടുത്തിട്ടുള്ളത് ഷോപ്പിഫൈയിലാണ് ഞാനൊരു സ്റ്റോർ തുടങ്ങിയിട്ടുള്ളത്. ഈ ഷോപ്പിഫൈ എന്ന് പറയുന്നത് നമുക്ക് മൊബൈൽ ഫോൺ PC-യിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഷോപ്പിഫൈ നമ്മളെ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് വളരെയധികം ഉപകരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങണം. ഇതിൽ സ്റ്റോർ തുടങ്ങുമ്പോൾ ഇതിലാണ് ഞാൻ സ്റ്റോർ തുടങ്ങിയിട്ടുള്ളത്. ഇതിലൊരു നല്ല എക്സിറ്റ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ടൊരു സ്റ്റോറാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോർ നമ്മൾ എത്രത്തോളം ആകർഷണീയമാക്കുന്നോ അത്രത്തോളം നമുക്ക് കസ്റ്റമേഴ്സിനെ ഷോപ്പിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു എന്താ പറയുക, ഷോപ്പിഫൈയിൽ സ്റ്റോർ തുടങ്ങാൻ ജസ്റ്റ് 20 റുപ്പീസ് മാത്രമേ ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു 20 രൂപ മാത്രമാണ് എൻ്റെ ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഈ ഒരു ട്രൈ എന്നുള്ള ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപ ഞാൻ ജസ്റ്റ് സ്റ്റോർ തുടങ്ങാൻ മാത്രമായിട്ട് ഷോപ്പിഫൈന് കൊടുത്തൊരു എമൗണ്ടാണ്. അതല്ലാതെ വേറെ ഒരു എമൗണ്ട് പോലും ഞാൻ ഈ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് സത്യം. സോ ഞാനതിലൊരു എക്സിറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറ് ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിന് നല്ല രീതിയിലുള്ള തീം കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള തീം സ്റ്റോറിന് വെക്കാൻ വേണമെങ്കിൽ നല്ല ഇഷ്ടമുള്ള നല്ല രസമുള്ള തീമൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ബൈ ചെയ്തെടുക്കാം. അങ്ങനെ കുറേ പ്രീമിയം ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൽ ബൈ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് ഫ്രീ ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം എനിക്ക് നിർബന്ധമാണ് ഇതിൽ എൻ്റെ ക്യാഷ് ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ വെറുതെ ആവാൻ പാടില്ല. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാഷ് കൊടുക്കുക, അത് ട്രൈ ചെയ്തത് ആദ്യം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൊപ്പോസോ ക്ലോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഡ്രോപ്പ് ഷിപ്പിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പ്രോഡക്ട്സിനെ സെലക്ട് ചെയ്തത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് പ്രോഡക്റ്റിനെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമാണ്. കാരണം വിന്നിങ് പ്രോഡക്ട്സിനൊക്കെ നല്ല രീതിയിൽ കാണിച്ചു തരുന്ന ഒന്നാണ്. വിന്നിങ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള, ഇപ്പോൾ കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് റൊപ്പോസോ ക്ലോട്ട് നല്ല രീതിക്ക് കാണിച്ചു തരും. അതിൽ നമുക്ക് വേണ്ട നമ്മുടെ സ്റ്റോറിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് സെലക്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ സ്റ്റോർ എക്സിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റോറായിട്ടുള്ള അല്ല ഞാൻ എടുത്തത്. ഞാനൊരു ഓൾറൗണ്ടർ സ്റ്റോറായിട്ടാണ് എൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞ സ്റ്റോറിന് എടുത്തത്. അതായത് കിച്ചൺ പ്രോഡക്ട്സ്, ഡെക്കറേറ്റീവ് പ്രോഡക്ട്സ്, ഫാഷൻ സ്റ്റേബിൾ, അതുപോലെ തന്നെ മേക്കപ്പ് ആൻഡ് കെയർ സ്റ്റോറ്, അതുപോലെ തന്നെ മെഡിസിനൽ സ്റ്റോർ, ഇങ്ങനെ ഏകദേശം 5ഓളം കാറ്റഗറി ഒറ്റ ഭാഗത്തായിട്ട് വരുന്ന ഒരു സ്റ്റോറായിരുന്നു എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിൽ ഞാൻ റൊപ്പോസോ ക്ലോട്ട് നല്ല നല്ല പ്രോഡക്റ്റ്സ് എടുത്ത് അതിൽ സെല് ചെയ്യാനായിട്ട് വെച്ചു. എൻ്റെ ലാഭത്തിന് വേണ്ടി ഞാൻ അതിൻ്റെ വിലയോട് ഒരു 100-150 രൂപ ഓരോ പ്രോഡക്ട്സിനും ഏറ്റി വെച്ചു. ഓവർ നമ്മൾ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഏറ്റി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒട്ടും സാറ്റിസ്ഫൈ ആകത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് വേണം ആ പ്രോഡക്റ്റിന് ഇട്ട് കൊടുക്കാനായിട്ട്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ലാഭം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് 500-600 രൂപ നമ്മൾ ഓരോ പ്രോഡക്റ്റിന് ഏറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങാനും പോകുന്നില്ല, ആ സ്റ്റോർ ഒരിക്കലും പച്ച പിടിക്കാനും പോകുന്നില്ല. സോ ഞാൻ ജസ്റ്റ് 100 എന്ന് പറയുന്ന ഒരു സാധനം 100-150 റുപ്പീസ് ആയിരുന്നു എൻ്റെ പ്രോഡക്റ്റിൻ്റെ എൻ്റെ ലാഭം. അതായത് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ആയിരുന്നു. ആ പ്രോഡക്റ്റ് അവർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഈ ഒരു എമൗണ്ട് ആയിരുന്നു. ഇതൊരു 10-15 പേര് ഈ ഒരു എമൗണ്ടിൽ ആ പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 ഡേ 1000 റുപ്പീസോളം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇതാണ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. ഏകദേശം ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് വന്നേക്കാം. കാരണം ഞാൻ ഒരു ഫസ്റ്റ് ടൈം ബിഗിനറാണ്. ഈ ഫസ്റ്റ് ടൈം ബിഗിനറിന് ഒരുപാട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ള സംഭവമാണ്. ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് കണ്ടിട്ടില്ല, ഞാൻ ഗൂഗിളിൽ റിസർച്ച് നടത്തിയിട്ടില്ല,
ഞാൻ ബെറ്റർ ഏതാണെന്ന് നോക്കിയിട്ടില്ല. ഒന്നും നോക്കാതെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. സോ എൻ്റെ കൂടെ കൂടാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. ഡെയിലി വീഡിയോസ് ഇതൊരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഇടുന്നതാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് എൻ്റെ ചാനലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും നല്ലൊരു ഡ്രോപ്പ് ഷിപ്പിംഗ്, നല്ല മണി ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ കൂടാതെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മണി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് നമുക്ക് തീർച്ചയായും ഈ ചാനൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഒരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി. ആ അക്കൗണ്ടിൻ്റെ പേരാണ് എക്സിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി. അതിൽ ഞാൻ ഓരോ പ്രോഡക്ട്സിൻ്റെ ആഡ്സ് ഇടാൻ തുടങ്ങി. ആഡ്സ് ഇട്ടതിന് ശേഷം ആ ആഡ്സ് എന്താ പറയുക, അതായത് ആഡ്സ് ക്യാഷ് കൊടുത്തിട്ടല്ല ഇടുന്നത്. ഞാൻ ഒരു റീലായിട്ട് അല്ലെങ്കിൽ പോസ്റ്റായിട്ട് ഇടും. എന്നാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇഫ് യു നോട്ട് പ്രോഡക്റ്റ് DM എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇടയിലോട്ട്, അതായത് ഓട്ടോമേഷൻ ആക്കാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോമേഷൻ ആക്കാം. പക്ഷേ ഓട്ടോമേഷനും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. കാരണം ഓട്ടോമേഷനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. സോ ഞാൻ DME എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ DM ചെയ്യും. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്തെടുത്തതും എൻ്റെ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തെടുത്തതും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ പ്രോഫിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഞാൻ എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം 0 റുപ്പീസാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യെസ്, 0 റുപ്പീസാണ് എനിക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ്. കാരണം ഞാൻ ഇത് ജസ്റ്റ് വെറുതെ ഒരു ക്യാഷ് പോലും മുടക്കാതെ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ട്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. സോ അതിൽ ഞാൻ ആഡ്സ് കൊടുത്തിട്ടില്ല. നല്ല രീതിക്കുള്ള എന്താ പറയുക, പ്രോഡക്റ്റ്സ് എല്ലാം വിന്നിങ് പ്രോഡക്റ്റ്സ് ആയിരുന്നു. മാത്രമല്ല കസ്റ്റമേഴ്സ് നല്ല രീതിക്ക് എൻ്റെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്റ്റോറിലോട്ട് ഏകദേശം 1 മണിക്കൂറായപ്പോഴത്തേനും, ഞാൻ സ്റ്റോർ തുടങ്ങി 1 മണിക്കൂറായപ്പോഴത്തേനും ഏകദേശം 63-65 ഇടയിലുള്ള കസ്റ്റമേഴ്സ് എൻ്റെ ഷോപ്പിൽ വന്ന് എൻ്റെ ഷോപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് ഷോപ്പിഫൈയിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ വിചാരിച്ചു ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച സംഭവമാണ്. കാരണം ഇത്രയും ലോക്കലായിട്ട് ഇത്രയും ചീപ്പിൽ ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വരെ ഇത്ര ആളുകൾ കയറണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ ആഡ് ഇട്ടായിരുന്നു. മാർക്കറ്റ് പ്ലേസിൽ ആഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആളുകൾക്ക് അതിൽ നിന്ന് കയറിക്കോളും. പിന്നെ എനിക്ക് 2-3 ഗ്രൂപ്പ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ആഡ്സ് വിടും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇൻ്റർനാഷണൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂർ തന്നെ എനിക്ക് കസ്റ്റമേഴ്സ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 100, 150, 200. എൻ്റെ ഹൈ സ്കോർ കസ്റ്റമേഴ്സ് 424 കസ്റ്റമേഴ്സ് എൻ്റെ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നി. അതിന് ശേഷമാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഞാനൊരു ക്യാഷ് പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയും ഒരു എഫോർട്ട് പോലും എടുക്കാതെ ചെയ്ത ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിട്ട് പോലും എനിക്ക് ഇത്രയും അടിപൊളിയാക്കി കൊണ്ടുപോകാനായിട്ട് കാരണം അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെയാണ് വേണ്ടത്. നമ്മളൊരിക്കലും പ്രോഫിറ്റ് ഉദ്ദേശിക്കാൻ പാടില്ല. നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ എന്ന് ആദ്യം അറിയണം. കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്റ്റോർ മുമ്പോട്ട് കൊണ്ടുപോകാനും അട്രാക്റ്റീവ് ആക്കാനും നല്ല വിന്നിങ് പ്രോഡക്റ്റ്സ് എടുത്തിടാനും ഒക്കെ സാധിക്കും. അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു അഫോർഡായിട്ടുള്ള പ്രൈസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് ബയേഴ്സായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എനിക്ക് വന്നിട്ടുള്ളത് 0 ആണ്. 0 പ്രോഫിറ്റാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. കാരണം എല്ലാവരും കസ്റ്റമേഴ്സ് ഷോപ്പിലോട്ട് വരുന്നുണ്ട് എന്നല്ലാതെ നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. ഒന്നാമത് ചിലപ്പോൾ അതിലെനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായേക്കാം. കാരണം ഇതൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലുള്ള സ്റ്റോറാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് ഇത് ട്രസ്റ്റഡ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്ട്സ് വിന്നിങ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ വാങ്ങാതെ പോയവരും ഉണ്ടായിരിക്കാം. അപ്പം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നാൽ നമുക്ക് നമ്മുടെ ഡ്രോപ്പ് ഷിപ്പിംഗ് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നല്ല രീതിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഇപ്പോൾ
ഏകദേശം 1 മന്ത് കഴിഞ്ഞു എൻ്റെ ഈ ഒരു 20 റുപ്പീസിൻ്റെ സ്റ്റോർ. അതായത് നമുക്ക് ഫസ്റ്റ് ടൈം ഷോപ്പിഫൈയിൽ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെറും 20 റുപ്പീസ് ചാർജ് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇനിയും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ എന്തായാലും ഞാൻ ഇനിയൊരു സ്റ്റോർ തുടങ്ങാൻ പോവുകയാണ്. ആ സ്റ്റോറിൽ നല്ല രീതിക്കുള്ള വിന്നിങ് പ്രോഡക്ട്സ് കാര്യങ്ങൾ, നല്ല റിസർച്ച് കാര്യങ്ങൾ, നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മണി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇനി അടുത്ത ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും കൂടെ കൂടിക്കോളൂ. നല്ല രീതിക്കുള്ളൊരു പ്രോഫിറ്റ് നമുക്കൊരു മന്ത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. ആ മന്ത് കഴിഞ്ഞതിന് ശേഷം അതേ ഷോപ്പിഫൈ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഏകദേശം 5000 റുപ്പീസ് നമുക്ക് അതേ ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ തന്നെ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ കൂടണം. ഓക്കെ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. ഓക്കെ, എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് തുടങ്ങി എൻ്റെ ജസ്റ്റ് റൈറ്റ് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.